ഹോക്കി ഒമാനും യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബും ചേർന്നാണ് ഹോക്കി ഒമാൻ കാർണിവൽ സംഘടിപ്പിച്ചത്. ഇന്ത്യ, ഈജിപ്ത്, ഇറാഖ്, UAE, ഒമാൻ എന്നിവിടങ്ങളിലെ ടീമുകൾ ഉൾപ്പെടെ 47 ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഇതിൽ 3 ടീമുകൾ കേരളത്തിൽ നിന്നുള്ളവയായിരുന്നു. കൂർഗ് ഒമാൻ പുരുഷന്മാരുടെ വിഭാഗത്തിലും ഇന്ത്യ റഷ് മുംബൈ സ്ത്രീകളുടെ വിഭാഗത്തിലും ജേതാക്കളായി. ഇന്ത്യൻ സ്കൂൾ അൽസീബാണ് സ്കൂൾ തലത്തിൽ വിജയികളായത്. RLV ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു 600ഓളം പേർ പങ്കെടുത്ത നൃത്താവതരണം. മസ്കറ്റ് പഞ്ചവാദ്യ സംഘത്തിന്റെ മേളപ്പെരുമ ആഘോഷത്തിന് മാറ്റുകൂട്ടി. തിരുവാതിര, കരകാട്ടം, സെമി ക്ലാസിക്കൽ, ഗർഭ തുടങ്ങിയ നൃത്തങ്ങൾ കോർത്തിണക്കിയതായിരുന്നു അരങ്ങു തകർത്ത പ്രകടനം. കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഈ മെഗാ ഡാൻസ് സാധ്യമായതെന്ന് ചീഫ് കോർഡിനേറ്റർ ക്രിസ്റ്റി ആന്റണി പറഞ്ഞു. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനിവാസ് മുഖ്യാതിഥിയായിരുന്നു. ഹോക്കി ഒമാൻ ചെയർമാൻ ഡോക്ടർ മർവാൻ ജുമ അൽ ജുമ, സെക്രട്ടറി അഹമ്മദ് അൽ ദമാക്കി, കായിക മന്ത്രാലയത്തിലെ മറ്റ് പ്രതിനിധികളും സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു. കാർണിവലിന്റെ ഭാഗമായി ഓട്ടോ ഷോ, ഫുഡ് സ്ട്രീറ്റ്, പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ട്, വടംവലി തുടങ്ങിയവയും മസ്കറ്റ് മലയാളീസിന്റെ നേതൃത്വത്തിലൊരുക്കിയ ഫാൻ സോണിൽ അരങ്ങേറി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.